സഭയ്ക്ക് പിടിക്കുന്ന വസ്തുക്കച്ചവടം നടത്തുന്ന അച്ഛന്മാരെ മതിയെങ്കിൽ അവരെ കൊണ്ടു നടന്നോളൂ, എന്നെ മുടക്കിക്കോളൂ. ഞാൻ എങ്ങനെയുള്ള അച്ഛനാണെന്നുള്ളത് നാട്ടുകാർക്കറിയാം. മുടക്കണമെങ്കിൽ മുടക്കിക്കോ. നിക്കോദീമോസേ, എടാ ഡാഷ് മോനെ, നിനക്ക് കൽപ്പനയ്ക്ക് മറുപടി തരാൻ എനിക്ക് മനസ്സില്ലടാ. ക്രിസ്തീയ സഭകളിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു ആക്ഷേപം ബിഷപ്പിനെതിരെ ഉണ്ടാകുന്നത് ആദ്യം. ഇതുതന്നെയാണ് ബാവയുടെ ഇടപെടലിന് കാരണമായത്. വിശദീകരണം ചോദിച്ചതിന് പിന്നാലെ ശബ്ദത്തിനുടമ ഫാദർ മാത്യൂസ് വാഴക്കുന്നം ഖേദം പ്രകടിപ്പിച്ചതായി സഭാ നേതൃത്വം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കണമെന്ന വൈദികന്റെ ആവശ്യം അംഗീകരിച്ചതായും കുറിപ്പിലുണ്ട്. ഇതിനിടെ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെട്ട ഫാദർ ഷൈജു കുര്യനെതിരെ ഇന്നും വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായി. ഇവരുമായി ബിഷപ്പ് നടത്തിയ ചർച്ച വിജയം കണ്ടില്ല. ഫാദർ ഷൈജുവിനെതിരെ ശക്തമായ നടപടിയാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. ഒപ്പം ബിഷപ്പിനെ മാറ്റണമെന്നും. അദ്ദേഹം ഒരു വൈദികന്റെ സ്ഥാനമല്ല നിർവഹിക്കുന്നത്. അദ്ദേഹം ഒരു ഗുണ്ടാ തലവന്റെ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് നടപടി വേണം. ഈ ഭദ്രാസനത്തിലെ ഒരൊറ്റ ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കില്ല. എന്നാൽ അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് ഭരണഘടന ഓർമ്മപ്പെടുത്തി നിലയ്ക്കൽ ഭദ്രാസന നേതൃത്വം വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽപ്പെട്ട കാര്യങ്ങളുമായിട്ട് പരാതികളുണ്ട്. ഇതിനു മുമ്പുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കും അത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊക്കെ ആരോപണങ്ങളാണ്. അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതിനാണ് ഒരു കമ്മീഷനെ നമ്മൾ നിയോഗിക്കുന്നതും. ഫാദർ ഷൈജുവിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ച വിശ്വാസികൾ വൈദികൻ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ ശബ്ദരേഖയോട് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. സ്ത്രീ ശബ്ദരേഖയിലെ ആരോപണങ്ങളുടെ പേരിൽ വൈദികർ തുടങ്ങിയ പോര് പൊതുസമൂഹത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അപമാനമുണ്ടാക്കിയതിനുള്ള നീരസം നേതൃത്വത്തിനുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.